എന്താ പറയണത്, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ നിന്ന് എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ സമയം വരെയും ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ ഉറപ്പിച്ച് നിർത്തി. വീണ്ടും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഒരു പില്ലറാണ് പോയത്. ആക്സിഡൻ്റ് ആയ അന്ന് എനിക്ക് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ വിളിക്കുമ്പം അമ്മ എന്നോട് പറഞ്ഞു, പനിയാ, ആശുപത്രി വന്നതാ, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. സാധാരണ എന്നെ എവിടെ പോയാലും എന്ത് ചെയ്താലും എന്നെ പ്രാർത്ഥിച്ച് വിടുന്നതാ. പിന്നെ വൈകിട്ട് പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ ഇതുപോലെ ഞാൻ അറിഞ്ഞു. എനിക്ക് സങ്കടം ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ വചനം എന്നെ ഉറപ്പിച്ച് നിർത്തി. ഇതുവരെ എന്നെ ഉറപ്പിച്ച് നിർത്തി. അത് മരിക്കുന്നതിന് രാവിലെ പെട്ടെന്ന് ഞാൻ ഞെട്ടിയാണെന്നു, എനിക്കറിയത്തില്ല എന്തോന്നൊന്നും. അപ്പം എന്നെ കുറേ പേര് വിളിച്ചതും മെസ്സേജ് അയച്ചതും ഒക്കെ ഇങ്ങനെ കണ്ടു. അപ്പം എനിക്കൊന്ന് ചെറുതായിട്ടൊന്നും തോന്നിയെങ്കിലും അമ്മയോട് എന്തോ പറയണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ ഉറപ്പിച്ച് നിർത്തി. ഇതുവരെയും വീണ്ടും എല്ലാവരും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ ഇരിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വചനത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ. അടിയൻ്റെ പിതാവ് വെച്ച് ഞാൻ എപ്പോഴും വഴക്ക് പറയും. ഈ എന്തെങ്കിലും എപ്പം വിളിച്ചാലും ഓരോ ചർച്ചിൻ്റെ ഓരോ കാര്യത്തിന് അല്ലെങ്കിൽ മീറ്റിങ്ങിന് പോയി എന്നൊക്കെ പറയും. ഞാൻ പിന്നെ വന്നു കഴിഞ്ഞിട്ടും 11 മണിയൊക്കെ ആകും. ഞാൻ എന്നിട്ട് വിളിച്ചിട്ട് വഴക്ക് പറയും, ആരോഗ്യം നോക്കണം എന്നൊക്കെ. അപ്പം എന്നോട് പറയും, ദൈവരാജ്യം കഴിഞ്ഞ് മതി എനിക്ക് ബാക്കിയുള്ളതല്ല എന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്, അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് കാണാം എന്നുള്ള പ്രത്യാശയുണ്ട്. വീണ്ടും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു.